ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരായിരം സ്വാഗതം. ഞങ്ങളിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു PVC ഡോറിൻ്റെ വർക്കാണ്. PVC ഡോർ ഇപ്പോൾ വരാൻ കാര്യം, നമുക്ക് മുമ്പ് കാലങ്ങളിലെല്ലാവർക്കും ബാത്റൂമുകളിൽ വുഡിൻ്റെ ഡോറുകളായിരുന്നു. അത് തടിയുടെ വെള്ളത്തിൻ്റെ ഈർപ്പമടിച്ച് തടി ഭാഗങ്ങൾ ചെത്തുപോവുകയും ആ ഡോർ ഒരുപാട് കംപ്ലയിൻറ്റ് വരികയും ചെയ്യുന്നു. ഇപ്പോൾ അത് മാറി ഇപ്പോൾ PVC ഡോറായി. എല്ലാ ബാത്റൂമുകളിലും നമ്മുടെ മനസ്സിനിണങ്ങിയ ഡിസൈൻ അടക്കം വരുന്ന PVC ഡോറിൻ്റെ വർക്കുകളാണ്. നമുക്ക് നമ്മുടെ റേറ്റിനും കുറഞ്ഞ റേറ്റിനും കൂടിയ റേറ്റിനും എല്ലാത്തിനും നല്ല രീതിയിലുള്ള ഡോറുകളുണ്ട്. അത് PVC ഡോറാണ്. എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. പ്ലാസ്റ്റിക്കാണ്, അതുകൊണ്ട് ഒരിക്കലും അത് ചെത്തു പോകത്തുമില്ല. ഇപ്പോൾ എല്ലാ ബാത്റൂമുകളിലേക്കും PVC ഡോറിലേക്ക് വന്നു. PVC ഡോറിൻ്റെ ഒരു വർക്കിലെത്തേക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇനി പോകുന്നത്. തുടങ്ങാൻ പോവുകയാണ്. ഇത് സംഭവം PVC ഡോറിൻ്റെ ചുമരിൽ പിടിപ്പിക്കുന്ന ഒരു ഫ്രെയിമാണ്. അപ്പോൾ ആ ഫ്രെയിം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് പോകുന്നു. മേൽ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത് താഴത്തെ ഭാഗമാണ്. താഴത്തെ ഭാഗം അതിൻ്റെ ഒരു കോർണർ കട്ട് ചെയ്യണം. കോർണർ കട്ട് ചെയ്തെടുത്തു. താഴെ വന്നിട്ട് 26.75 അതിൻ്റെ അളവ്. അപ്പോൾ 26.75 എന്ന് അര ഇഞ്ച് കുറച്ച്, 1/4 ഇഞ്ച് വിജാവരിയുടെ കനം കുറച്ച് 26.5 നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. 26.5. ഓക്കെ. 4 പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് 4 കോർണർ നമ്മളിത് ചേർത്ത് വെക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ഒരു 90 ഡിഗ്രി വരുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 4 കോർണർ ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു മെഷീൻ്റെ ഉപയോഗം കഴിഞ്ഞു. അത് മാറ്റി വയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ എല്ലാ മെഷീനും കൂടി ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലം മേശപ്പുറത്തില്ലാത്തത് കാരണം നമ്മൾ ഈ മെഷീൻ മാറ്റി. നമ്മൾ വലിയ കട്ട് ചെയ്ത ആ വലിയ മെഷീൻ മാറ്റിയിട്ടുണ്ട്, മീറ്റർ സാ മാറ്റിയിട്ടുണ്ട്. ഇനിയുള്ളത് ചെറിയ 2 മെഷീനാണ്, ചെറിയ 2 ഡ്രില്ലാണ്. ഒന്ന് നമ്മൾ സ്ക്രൂവിന് വേണ്ടി ഹോൾ ചെയ്യാനും ഒന്ന് നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യാനും വേണ്ടി. നമ്മൾക്ക് കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാളും ഇത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പോകും. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ വിചാരി വയ്ക്കാത്ത ഭാഗം ആയതുകൊണ്ടാണ് ചെറിയ എൽബോ ഇടുന്നത്. അടുത്ത് ചെറിയ എൽബോ ഇട്ട് അതിലേക്ക് വർക്ക് വലിക്കും. തുളച്ചു കഴിഞ്ഞു. ആ സ്ക്രൂവിൻ്റെ കുടഭാഗം കൗണ്ടർ ചെയ്തു. അപ്പോൾ ആയിട്ടുണ്ട്. അങ്ങനെ 2 സ്ക്രൂ വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചിട്ട് ടൈറ്റായിരിക്കും. 2 സ്ക്രൂ വെച്ചാൽ മാത്രമേ ടൈറ്റ് ആവുള്ളൂ. പലയിടത്തും ഞാൻ ഡോറുകളിൽ ഓരോ സ്ക്രൂ കണ്ടിട്ടുണ്ട്. അതുപോലെ 2 സ്ക്രൂ തന്നെ വയ്ക്കണം. 2 സ്ക്രൂ വയ്ക്കേണ്ട നീളം എൽബോയിലുണ്ട്. അത് കൃത്യമായിട്ട് വയ്ക്കുക. അപ്പോൾ ഒരു കാരണവശാലും ഡോറിന് ഒരു അശവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ആദ്യത്തെ A പാനലിൽ ചെറിയ എൽബോ ആണ് ഇട്ടത്. ഇത് വലിയ എൽബോ ഇടുന്നത് അത് വേറെ ഒന്നുമല്ല. നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലാവും. ഇതിപ്പോൾ കൗണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. കൗണ്ടർ ചെയ്യുന്നില്ല. ഞാനിത് സ്ക്രൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.